നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന നമ്മുടെ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അതായത് ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ട യാതൊരു തെളിവുകളും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ആന്തരിക അവയവങ്ങൾക്കൊന്നും കേടുപാടുകൾ പറ്റിയിട്ടില്ല. വയറും മൂത്രാശയവും എല്ലാം ശൂന്യമാണ്. അസ്ഥികൾക്കൊന്നും യാതൊരു കേടുപാടുകളില്ല. പല്ലുകൾക്ക് പ്രശ്നമൊന്നുമില്ല. നാക്ക് കടിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചുണ്ട് നീല നിറം, നഖങ്ങൾക്ക് നീല നിറം, കശേരുക്കൾക്ക് കുഴപ്പമില്ല. അസ്ഥികളെല്ലാം കൃത്യമായി ഇരിക്കുന്നു. അതിനൊന്നും കുഴപ്പമില്ല. ശരീരത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഏറ്റതിൻ്റെ പാടുകൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രധാനമായും അദ്ദേഹം മരിച്ചത് തൂങ്ങി മരിച്ചിരിക്കുകയാണ് എന്ന തരത്തിൽ തന്നെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എവിടെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്? പോസ്റ്റ്മോർട്ടം നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് എന്താണ് എന്നൊരു ചോദ്യം അടുത്ത് വരും. ബന്ധുക്കൾ ആവശ്യപ്പെട്ട അനിൽ പി നായർ എന്ന് പറയുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇക്കാര്യം ആരോടാണ് പറയുന്നത്? നമുക്കറിയാം, ജില്ലാ കളക്ടറോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങൾ കേൾക്കുകയും ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ഒരാൾ പിന്നീട് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബന്ധുക്കളുടെ, മരിച്ച ഒരാളുടെ ബന്ധുക്കളുടെ ആവശ്യം പാടെ നിരാകരിച്ചുകൊണ്ട് അവർ നേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ഇവരുടെ അഭാവത്തിൽ പൂർത്തീകരിക്കുന്നു. അപ്പോൾ അവരതിന് പറയുന്ന കാര്യം, യാതൊരു അസ്വാഭാവികതയും ഇല്ല, ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഒന്നുമില്ല, പിന്നെ എന്തിനു നമ്മൾ സംശയിക്കണം? അതായത് ഇപ്പോൾ ഇതിനെ ഒരു ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട്. ആത്മഹത്യ മാത്രമായിരുന്നു. കയറ് 22 സെന്റിമീറ്ററോളം കഴുത്തിന് ചുറ്റും കയറുണ്ടായിരുന്നു. അപ്പോൾ കയറ് കുരുങ്ങിയ പാട് മാത്രമേ ശരീരത്തിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പൂർണ്ണമായ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജിലുള്ള ഫോറൻസിക് സർജർ ശ്രമിച്ചു എന്നൊരു ആരോപണം പുറത്തേക്ക് വന്നാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുക്കളില്ലാതെ പൂർത്തീകരിച്ചു. വേണ്ടപ്പെട്ട ആരോ ഉണ്ടായിരുന്നു, അവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതെങ്ങനെ ശരിയാവും? ബന്ധുക്കൾ അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ വന്നതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മതി എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര വൈകുന്നുവോ അത്രയും നേരം കാത്തുവെക്കാറുള്ള ക്ഷമ പോലീസിനുണ്ടായിരുന്നില്ലേ? എന്തിന് പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിച്ചു? ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഇത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച, ബന്ധുക്കൾ പോലും ഇതൊരു കൊലപാതകമാണെന്ന് ആരോപിക്കുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും അങ്ങനെ ഒരു സൂചനയില്ല? രാസപരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ അയച്ചിട്ടുണ്ട് എന്നൊരു ഒരു മാർക്കിംഗ് പോലും അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുക രാസപരിശോധനയ്ക്ക് അയക്കാതെ? അപ്പോൾ അങ്ങനെ പോലും അലംഭാവം കാണിച്ച വെറുതെയുള്ള ഒരു പോസ്റ്റ്മോർട്ടമാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനെ ആത്മഹത്യയാക്കി തീർക്കണമെന്നുള്ള വ്യഗ്രതയോടുകൂടി നടത്തിയ പോസ്റ്റ്മോർട്ടമാണ് എന്ന് മാത്രമേ ബന്ധുക്കൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിരവധി തവണ ഇൻക്വസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നിരവധി തവണയാണ് കളക്ടറുമായി സംസാരിച്ചത്. ഈ അനിൽ പി നായർ എന്ന് പറയുന്ന ബന്ധു, നിങ്ങൾ പരിഹാരത്തെ കൊണ്ടുപോകുന്ന വഴിയിൽ ഇത് പറ്റില്ല, ഞങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം മതി. അപ്പോൾ തീർച്ചയായും ഈ ബന്ധുക്കളുടെ ഒരാവശ്യവും അംഗീകരിക്കാതെ, അവരെ പരിഗണിക്കാതെ, മരണപ്പെട്ടു പോയ നവീൻ ബാബുവിൻ്റെ ആൾക്കാർ പറയുന്ന ഒന്നും കേൾക്കാതെ തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരം ഇത്ര പെട്ടെന്ന് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. അവർ പറയുന്നിടത്തല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരിക്കുന്ന? അവർക്ക് ആ മരണത്തിൽ സംശയമുണ്ടെങ്കിൽ പക്ഷേ പിന്നീട് മനസ്സിലാക്കുന്നു അവർക്ക് ആ മരണത്തിൽ വ്യക്തമായ സംശയമുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യം വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൊലപാതകമാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് CBI കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? അത് വേണ്ട എന്നും അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നും കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്ന തരത്തിലേക്ക് പോലും അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കോടതി പോലും പറയുകയുണ്ടായി, അവിടെ ആത്മഹത്യയാണ്, എന്താണ് നിങ്ങൾക്ക് സംശയം എന്നുള്ള ചോദ്യം കോടതി ചോദിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് അവിടെ സംശയാസ്പദമായ മുറിവുകളൊന്നും ശരീരത്തില്ല, പിന്നെ എന്തിന് നിങ്ങളത് സംശയിക്കണം എന്നുള്ള ചോദ്യം കോടതി തിരിച്ചു ചോദിക്കുന്നു. പക്ഷേ ആ സംശയം ഈ പറയുന്ന കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും ഉണ്ടത്രേ. എല്ലാവർക്കും ആ ഒരു സംശയമുണ്ട്, ഇതൊരു ആത്മഹത്യ അല്ല, കൊലപാതകമാണ്. പക്ഷേ അന്വേഷണം കാര്യക്ഷമമായി നടക്കണം. അതിന് CBI പോലെയുള്ള കേന്ദ്ര ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. അന്വേഷണം വേണ്ട എന്ന് വാശി പിടിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്?
മരിച്ചുപോയ നവീൻ ബാബുവിനോടും അവരുടെ കുടുംബത്തോടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതി പുലർത്തണമെന്ന് സർക്കാരോ പാർട്ടിയോ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു മഞ്ജുഷയുടെ വാദങ്ങൾ കേട്ടുകൊണ്ട് ഇതിന് CBI അന്വേഷണം തന്നെ നടത്തേണ്ടതാണ്. CBI അന്വേഷണത്തിലൂടെ മാത്രമേ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയൂ.